ഗ്രീസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ ഒരു നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഡെമോക്രസി എന്നുള്ളൊരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്തതല്ല. എത്രയോ കാലങ്ങളായിട്ട് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. നമ്മൾ ഇപ്പോൾ എവിടെ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി എവിടെയാണ് ജനിച്ചത് എന്നുള്ളതാണ്. എവിടെ? ഗ്രീസാണ്. അപ്പോൾ ഒന്ന് നോക്കാം. ഒറിജിൻ ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ക്യാൻ ബി ട്രേസ്ഡ് ടു ദ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആൻഷ്യൻ ഗ്രീസ്. എമംഗ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ഏതൻസ് വാസ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ്. പണ്ട് ഗ്രീക്കിൽ കുറേ സിറ്റി സ്റ്റേറ്റ്സ് പ്രവിശ്യകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രവിശ്യകൾ ചെറിയ ചെറിയ സിറ്റികളായിരുന്നു. അപ്പോൾ ഈ ചെറിയ സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിരുന്നു ഏതൻസ്. അപ്പോൾ ഏതൻസിലാണ് ഗ്രീക്കിൽ തന്നെ ഏതൻസിലാണ് നമ്മളെ ഡെമോക്രസിയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെമോക്രസിയെ കുറിച്ച് കുറച്ചും കൂടി നമുക്ക് അനലൈസ്. വേർഡ് ഡെമോക്രസി മീനിങ് ദ പവർ ഓഫ് പീപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡിമോസ് മീനിങ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീനിങ് പവർ. ഓക്കെ, അതായത് ഡെമോക്രസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പവർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അധികാരം. അത് ഡിറൈവ് ചെയ്തത് എവിടുന്നാണ്? ഗ്രീക്ക് വേർഡായ ഡിമോസ്. അതിൻ്റെ അർത്ഥം ഡിമോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പീപ്പിൾ, ക്രാറ്റോസ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പവർ. അപ്പോൾ ദ വേർഡ് ഡെമോക്രസി മീനിങ് ദ പവർ ഓഫ് പീപ്പിൾ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡെമോക്രസി? പവർ ഓഫ് പീപ്പിൾ. ദിസ് വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡിമോസ് മീനിങ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ്. Demos meaning people, Kratos meaning power. Okay, Athens had culture that valued individual freedom and individual ability. All decisions concerning the state were made directly by the citizens. Similarly, the military leaders and judges were directly elected by the people. In this way, the democratic system in which people directly participate in governance and law making is called direct democracy. അപ്പോൾ നമ്മുടെ ഏതൻസിൽ ഗ്രീസിൽ നിലവിലുണ്ടായിരുന്ന ഡെമോക്രസിയുടെ പേരാണ് ഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അവരുടെ ഭരണാധികാരിയെ നേരിട്ട് വോട്ട് ചെയ്ത് ഇന്ന ആളായിരിക്കണം ഞങ്ങളുടെ മന്ത്രി അല്ലെങ്കിൽ ഞങ്ങളുടെ രാജാവ്. അന്ന് കുറച്ച് ചെറിയ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട്ടുകൂട്ടം അങ്ങനെയൊക്കെ കൂടിയിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ രാജാവിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രസിക്ക് പേര് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മോഡേൺ ഡെമോക്രസിയിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി കാണാൻ കഴിയില്ല. കാരണം അത്രയും വൈഡ് പോപ്പുലേഷനാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ ഫസ്റ്റ് ഫോളോ ഒക്കെ എന്തായിരുന്നു? ഡയറക്റ്റ് ഡെമോക്രസിയാണ് ഉണ്ടായിരുന്നത്. However, its greatest limitation was that slaves and women did not participate in the democratic system that existed in Athens. പക്ഷെ നമുക്ക് ഭയങ്കര പവറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണാധികാരിയെ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് ഒരു ലിമിറ്റേഷൻ വരുന്നത്? സ്ലേവ്സിനും വുമണിനും വളരെ ആ കാലത്ത് സ്ത്രീകൾക്കൊരു പ്രാധാന്യമില്ലാത്ത ഒരു കാലമായിരുന്നു. അതുപോലെ തന്നെ അടിമകൾ അടിമകൾ പണിയെടുക്കുക കൂലി പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അവർക്കൊന്നും വോട്ട് പക്ഷെ അവരും ആ രാജ്യത്തെ പൗരന്മാരാണെന്നുള്ള വാല്യൂ അതായത് ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത തരത്തിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ലിമിറ്റേഷൻ. സ്ലേവ്സിനും വുമണിനും എന്തുണ്ടായിരുന്നില്ല? ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ വോട്ട് ചെയ്യാനോ അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനോ അതിൽ പങ്കെടുക്കാനോ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഡെമോക്രസിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഗ്രീസിലാണ്. ഗ്രീസിലെ തന്നെ സിറ്റി സ്റ്റേറ്റായ ഏതൻസിലാണ് അത് വന്നത്. പിന്നെ ഡെമോക്രസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പവർ ഓഫ് പീപ്പിൾ. ആ ഡെമോക്രസി എന്നുള്ള വാക്ക് വന്നത് എവിടെ നിന്നാണ്? രണ്ട് പദങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് വന്നത്? ഡെമോക്രസി വന്നത്. Demos and Kratos. By joining the two words demos and kratos, the word democracy is derived. The meaning of demos is people and meaning of kratos is the power. The democracy means the power of people. Okay, what is the limitation of in Athens? They follow direct democracy. Limitation, the slaves and women did not participate in the democratic system. Okay. ഇതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഇനി ഒന്നും കൂടി ഉള്ളൂ. അതും കൂടി എടുത്തിട്ട്